ആ വിശ്വാസം വഴി ഉണ്ടാകുന്ന അറിവ്. അറിവ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ സമാധാനമാകും. അറിവാണ് സമാധാനം. പ്രാർത്ഥിക്കുക. കർത്താവേ, ഞങ്ങൾക്ക് വിശ്വാസത്തിൻ്റെ അറിവ് നൽകണമേ. ഞങ്ങൾക്ക് വിശ്വാസത്തിൻ്റെ അറിവ് നൽകണമേ. അതെന്താ അങ്ങനെ പറയണത്? ഞാനത് പഠിച്ചെടുത്തത് പത്രോസിൻ്റെ നിന്നാണ്. പത്രോസ് കർത്താവിനോട് പറയുന്ന ഒരു വാക്കുണ്ട്, അങ്ങ് ക്രിസ്തുവാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു. 6:69 വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6:69. ഞങ്ങൾ വിശ്വസിക്കുകയും. ഇപ്പോൾ വിശ്വാസം കഴിഞ്ഞ അടുത്ത നടപടി എന്താ? നമുക്കറിയാം. വിശ്വാസം കഴിഞ്ഞ് പ്രത്യാശയാണ്, പ്രത്യാശ കഴിഞ്ഞ് സ്നേഹമാണെന്ന് നമുക്കറിയാം. തിയോളജിക്കൽ വെർച്യൂസിൻ്റെ ശ്രേണി പരിശോധിക്കുമ്പോൾ അതിൻ്റെ ഗ്രഡേഷൻ അതാണ്. പക്ഷേ ഈ വിശ്വാസം, പ്രത്യാശ, സ്നേഹം നമുക്ക് തരുന്നത് എന്താ? അറിവാണ് തരണത്. അന്തർജ്ഞാനം നൽകും. ഒരാൾ അഭിഷേക വിധിപ്രകാരമാണ് വിശ്വസിച്ചിരിക്കണതെന്ന് കിട്ടുന്ന അടയാളം എന്താണ്? അറിവാണ്. നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന വിശ്വാസം ട്രഡീഷണൽ ഫെയ്ത്താണ്. ഒരു ടൈം കഴിയുമ്പോൾ ട്രഡീഷണൽ ഫെയ്ത്തിൽ നമ്മൾ മാറണം. പാരമ്പര്യ വിശ്വാസമില്ലേ? കാര്യം അപ്പൻ്റെ അല്ലെങ്കിൽ അമ്മയുടെ അടുത്ത് നിന്ന് നമുക്ക് പകർന്നു കിട്ടിയ വിശ്വാസമാണ് പാരമ്പര്യ വിശ്വാസം. ഇതിൽ നിന്ന് കുറച്ച് കഴിയുമ്പോൾ നമ്മളുടെ അത് വെച്ച് നമ്മൾ ബിസിനസ് ചെയ്തു, നമ്മൾ ലാഭം ഉണ്ടാക്കി, നമ്മൾ സ്വത്ത് ഉണ്ടാക്കണം. പറഞ്ഞ മനസ്സിലായില്ലേ? നോൻപ് കാലത്ത് നമ്മൾ വളരെ ഗൗരവതരമായി എടുക്കേണ്ട കാര്യമാണ്. അല്ല, അപ്പൻ്റെ അമ്മയ്ക്ക് നിന്ന് കിട്ടിയ സ്വത്ത് മാത്രമേ നമുക്ക് 90 വയസ്സുള്ളെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ അർത്ഥം നമ്മൾ മടിയന്മാരാണെന്ന് എൻ്റെ അർത്ഥം, അല്ലേ? അപ്പൻ്റെ നിന്ന് കിട്ടിയ 1 ഏക്കർ അല്ലെങ്കിൽ 10 സെൻറ്റ് ഇപ്പോഴും നമ്മൾ 60 വയസ്സിലും നമ്മുടെ കയ്യിലുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇൻവെസ്റ്റ്മെൻ്റ് അത് വരുന്നില്ല, അല്ലേ? അപ്പം അതുകൊണ്ട് നമ്മൾക്ക് അപ്പൻ്റെ ഇടയ്ക്കുന്ന അമ്മയുടെ ഇടയ്ക്കുന്ന സഭയിൽ നിന്നും കിട്ടിയിട്ടുണ്ട് വിശ്വാസം. അത് വിശ്വാസമാണ്. ഈ വിശ്വാസം കുറേ നാൾ പ്രയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് അറിവുണ്ടാകും. ആരെക്കുറിച്ച്? എന്തറിയണമെങ്കിലും യേശുവിനെക്കുറിച്ചുള്ള അറിവാണ് ഏറ്റവും വലിയ അറിവെന്ന് പറയുന്നത്. യേശുവും നമുക്കുണ്ടാകുന്ന കുരിശും, ഹൗ ഇറ്റ് റിലേറ്റ്സ് ടു ജീസസ്, നമുക്കുണ്ടാകുന്ന അനുഭവങ്ങൾ യേശുവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ആത്മജ്ഞാനമെന്ന് പറയുന്നത്. പിടിയോ? യേശു ഏറ്റവും വലിയ അറിവെന്താ? യേശു. വിശ്വാസം വഴി നമ്മളെ യേശുവിലേക്കാണ് അപ്പനും അമ്മയും കൊണ്ടുവന്നതും സഭ നമ്മളെ കൊണ്ടുവന്നത്, അല്ലേ? ഇനി നമ്മൾ അതിൽ വളർന്നു വരുമ്പോൾ പത്രോസ് 6:69 പറയണ പോലെ, നീ ക്രിസ്തുവാണെന്ന് ഞങ്ങൾ, ദൈവത്തിൻ്റെ പരിശുദ്ധരാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു. ഈ അറിവെന്ന് പറയണത് വിശ്വാസം വഴി നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ, ജീവിച്ച് സാക്ഷ്യ ജീവിതം നയിച്ച് കഴിയുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന അന്തർജ്ഞാനമാണ്. ഈശോയ്ക്കും അതുപോലെ അന്തർജ്ഞാനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈശോയ്ക്കുണ്ടായിരുന്ന ജ്ഞാനം ഉടനെ ഈശോ പറയും. കാര്യം എന്താ ഈശോ പറയണത്? ഇപ്പം എന്ത് പറഞ്ഞാലും അതിൻ്റെ വിശ്വാസം പറയും, പിന്നെ വിശ്വാസത്തിൻ്റെ ഫലം പറയും. ഇത് ഈ അന്തർജ്ഞാനം കിട്ടിയ, അഭിഷേകം കിട്ടിയാൽ, അറിവിൻ്റെ അഭിഷേകം കിട്ടിയാൽ പിന്നെ സമാധാനം ഉണ്ടാകുമെന്ന് അച്ഛൻ പറഞ്ഞല്ലേ, ഇല്ലേ? അറിവും സമാധാനമായിട്ട് കുറേ ബന്ധമുണ്ട്. കാര്യം നമ്മൾ ഈ പാരമ്പര്യ വിശ്വാസം മാത്രം നമ്മൾ പരിപാലിച്ച് പോന്നാൽ നമുക്ക് ഈ റിട്ടേൺസ് കുറഞ്ഞിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു സുഹൃത്തിൻ്റെ രോഗം കർത്താവ് കേട്ട്
ഇപ്പം കർത്താവിൻ്റെ എന്താണ് കർത്താവിൻ്റെ മനസ്സിൽ വന്ന അറിവ്? എന്താ? ഈ രോഗം മരണകാരണം അല്ല. അതാണ്. പിന്നെ എന്തിനാണ്? മനുഷ്യപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. അത് പെട്ടെന്നാണ് കിട്ടണത്. അതാണ് അറിവെന്ന് പറയണത്. ഈ രോഗം മരണകാരണം അല്ല. ഇപ്പം നമ്മൾ 11 അധ്യായം അല്ലേ, യോഹന്നാൻ്റെ 11:23 വായിക്കുമ്പോൾ ലാസർ രോഗിയായെന്ന് പറയുമ്പോൾ രോഗത്തെക്കുറിച്ചാണ് കർത്താവ് അത് കേൾക്കണത്. ഈശോ ഉടനെ എന്നാ പറയണത്? സ്തുതിച്ച മക്കളെ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ 11:4 ഈ രോഗം മരണകാരണമല്ല, പിന്നെ എന്തിനാണ്? മറിച്ച് മനുഷ്യപുത്രൻ മഹത്വപ്പെടാൻ വേണ്ടിയുള്ളതാണ്. എന്ത് കുരിശ് കേട്ടാലും കർത്താവ് ഉടനെ പറയുന്ന അറിവെന്താ? മഹത്വം എന്നാണ്. കാര്യം ഈ കുരിശും മഹത്വവും തമ്മിൽ ദൂരം എന്തുമാത്രം കുറഞ്ഞു വരുന്നു, അത്രയും നമ്മൾ ക്രിസ്തുവിൽ ആഴപ്പെട്ടിരിക്കും. എന്തിപ്പോൾ ജപ്തി നടപടിയെന്ന് കേട്ട് അയ്യോ എന്നാണ് നമ്മൾ വിളിക്കണത്. യേശുവിനെ വിളിക്കത്തില്ല, ഇല്ലേ? നമ്മൾ ശ്രീബുദ്ധനെ വിളിക്കത്തുള്ള ഉടനെ. അയ്യനാരായിരുന്നു? ശ്രീബുദ്ധനായിരുന്നു, അയ്യപ്പനല്ല. ആദ്യത്തെ അയ്യൻ ശ്രീബുദ്ധനായിരുന്നു. കാര്യം ഇതെല്ലാവരും ബുദ്ധിസ്റ്റുകളായിരുന്നല്ല കേരളത്തിൽ. കർത്താവിൻ്റെ കാലത്ത് ഇവിടെ ഉണ്ടായിരുന്നത് ബുദ്ധിസമാണ്. അപ്പോൾ അന്ന് അയ്യനെന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മുടെ ബ്ലഡിൽ അത് കിടപ്പുണ്ട്, നമ്മുടെ ജീൻസിലത് കിടപ്പുണ്ട്. ആ അവബോധത്തിൽ ഇന്ന് അറിയാതെ ജ്ഞാനസ്നാനം സ്വീകരിച്ചാലും നമ്മൾ അയ്യോന്നേ വിളിക്കത്തുള്ളൂ. പെട്ടെന്ന് വിളിക്കൂ. പക്ഷേ വിളിക്കേണ്ട ആരാണ്? ഈ മഹത്വമാണ്. അതാ അറിവ്. നമ്മുടെ അവബോധത്തിലെ അറിവ് ഇപ്പോഴും പേഗനിസ്റ്റാണ്. ഇതിന് ആന്തരികമായ ജനറ്റിക്കലായിട്ടുള്ള ഒരു ആന്തരിക അഭിഷേകമാണ് വേണ്ടത്. കാര്യം അറിവൊന്ന് പ്രധാനപ്പെട്ട വിഷയമാണ്. വിശ്വാസത്തിൻ്റെ അടുത്ത ഇഫക്റ്റാണ് അറിവെന്ന് പറയണത്. അതാണ് പത്രോസ് പറഞ്ഞത്, നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു. വിശ്വാസത്തിൻ്റെ ഇഫക്റ്റാണത് അറിവായിട്ട് വരണത്. കർത്താവ് വിശ്വസിച്ച് കർത്താവിന് ഇതുപോലെ വിഷയങ്ങൾ വരുമ്പോൾ കർത്താവിൻ്റെ അറിവ് കർത്താവ് പറയും. എന്താ അറിവ്? അതാണ് 11:4 പറയണത്. എന്താ പറയണത്? ഈ രോഗം മരണത്തിന് കാരണമല്ല, പിന്നെ എന്താണ്? മഹത്വത്തിന് കാരണമാണ്. അപ്പോൾ എല്ലാ കുരിശും ഈശോ പറഞ്ഞത് എന്താ? ഈശോൻ്റെ അറിവെന്താ? കുരിശിനെക്കുറിച്ചുള്ള ഈശോൻ്റെ അറിവെന്താ? എല്ലാ കുരിശും. ഇപ്പം നിനക്ക് ക്യാൻസർ ആണെന്ന് ഡയഗ്നോസ് ചെയ്ത് ഇല്ലേ? ഇപ്പം ആ ചേച്ചി, തൃശ്ശൂരത്തെ ചേച്ചി സാക്ഷ്യം പറഞ്ഞില്ലേ അവസാനം? അപ്പോൾ ബ്രസ്റ്റിൽ നിന്ന് പശു വരുന്നു, അതിന് മുഴ വരുന്നു, കുഞ്ഞിനെ വീട്ടിൽ കൊണ്ടുവന്നു ടെസ്റ്റ് ചെയ്യുന്നു. ആ സമയത്തെല്ലാം അവസാനം അവിടെ എത്തണത് എവിടെയാണ്? മഹത്വത്തിലാണ് എത്തണത്, അല്ലേ? മഹത്വത്തിലാണ്. അപ്പോൾ എല്ലാ കുരിശും കർത്താവ് കർത്താവിൻ്റെ അറിവെന്ന് പറഞ്ഞത് എന്താണ്? അതാണല്ലോ ഏറ്റവും വലിയ അറിവ്. എന്താണ്? മഹത്വത്തിന് കാരണമാണ്. അതുപോലെ നമ്മുടെ മനസ്സിനെ ട്രെയിൻ ചെയ്യണം, പഠിപ്പിക്കണം. എന്താണ്? ഒന്ന് പഠിച്ച് പ്രാർത്ഥിച്ച്, കർത്താവേ അങ്ങേപോലെ എന്ത് കുരിശ് കേട്ടാലും അറിഞ്ഞാലും കണ്ടാലും പെട്ടെന്ന് അത് മഹത്വത്തിൻ്റെ കാരണമായി തിരിച്ചറിയാനുള്ള അന്തർജ്ഞാനത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ, എന്നെ വളർത്തണമേ. ശ്രുതികട ഹല്ലേലൂയ.
ഇതുപോലെ തന്നെയാണ് ഇപ്പം ഈ നോൻപ് കാലമായതുകൊണ്ടാണ് അച്ഛൻ ഇങ്ങനെ പ്രാർത്ഥിക്കണത്, ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഇങ്ങനെ ചിന്തിക്കുന്നത്, നിങ്ങൾക്ക് ആ ധ്യാനം പകർന്നു തരണത്. ആദ്യം കുരിശിനെക്കുറിച്ച് ഔദ്യോഗികമായി ഈശോ ജനങ്ങളോട് പറയാൻ തുടങ്ങണത് എപ്പോഴാണ്? ഗ്രീക്കുകാർ ഈശോവിൻ്റെ അടുത്ത് അറിവിൻ്റെ അവസാന വാക്ക് തിരക്കുമ്പോഴാണ്. ഗ്രീക്കുകാർ ഈശോനെ കാണാൻ വരും. അവരെന്താ? അതിനുശേഷം അവർ പോയി കഴിഞ്ഞാണ് ഈശോ കുരിശിനെക്കുറിച്ച് പറയാൻ തുടങ്ങുന്നത്. ഉടമ്പടി എടുത്തിരിക്കുന്നവർ ക്രിസ്തുവിനെ ആഴമായി പഠിക്കണം, ക്രിസ്തു വഴി ജീവിതത്തെ പഠിക്കണം, ക്രിസ്തു വഴി ജീവിത അനുഭവങ്ങളെ നമ്മുടേതായിട്ടുള്ള വിശ്വാസ ഭാഷ്യങ്ങളിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ് വിശ്വാസം അറിവായി മാറണത്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ഗ്രീക്കുകാരുടെ സ്വഭാവം എന്താണെന്ന് പൗലോസ് പറയും. എന്താ കാര്യം? ഇവർ എല്ലാം ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങളെ കേൾക്കണമെന്ന് ആഗ്രഹിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പം നമ്മുടെ ആധുനികമായിട്ടുള്ള എല്ലാ പ്രാതിഭാസിക ജ്ഞാനം ഉൾപ്പെടെ എല്ലാ ശാസ്ത്രവും രൂപപ്പെട്ട് വന്നത് വൈദ്യശാസ്ത്രമായാലും മനഃശാസ്ത്രമായാലും രസതന്ത്രമായാലും എല്ലാത്തിൻ്റെയും പിതാക്കന്മാർ ജീവിച്ചിരുന്നത് എവിടെയാണ്? ഗ്രീസിലാണ്. അവർ എപ്പോഴും ആദ്യകാലം മുതൽ അങ്ങനെ ഒരു ജനസമൂഹമാണ്. ഡെമോക്രസി പോലും അവരുടേതാണ്, ഗ്രീക്കിൻ്റെതാണ്. ഇപ്പോഴും കാലഹരണപ്പെടാതെ ഡെമോക്രസി നിൽക്കുകയല്ലേ. അപ്പോൾ ഇങ്ങനെ വൈജ്ഞാന ശ്രേഷ്ഠന്മാർ ഈശോനെ അന്വേഷിച്ച് വരും. എന്താണ്? ജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ അവസാന അധ്യായം പഠിക്കാൻ, ഈശോനെക്കുറിച്ച് കേട്ടിട്ട്. പക്ഷേ ഇവർ ഈ ജ്ഞാനമാർഗമായിരിക്കും. ഭാരതത്തിൽ ജ്ഞാനമാർഗമുണ്ട്. യമ നിയമാസന പ്രാണായാമ പ്രത്യാസന നിധിധ്യാസന സമാധിയിലൂടെ തത്വമസി എന്ന് അന്തർജ്ഞാനം കിട്ടുന്ന ജ്ഞാനമാർഗങ്ങൾ. അപ്പം ജ്ഞാനമാർഗമായിരിക്കും ഈശോൻ്റെ മാർഗം എന്ന് വിചാരിച്ചു പുതിയ അറിവിന് വേണ്ടി വരുമ്പോഴേ കർത്താവ് പറയുന്ന വാക്കുണ്ട്. എന്താണ്? ഇപ്പോൾ മനുഷ്യപുത്രൻ മഹത്വപ്പെടാൻ സമയമായിരിക്കുന്നുവെന്ന്. പ്രൈസ് ദി ലോർഡ്. അതാണ് 12:23. നോൻപ് കാലത്ത് നമ്മൾ കർത്താവിൻ്റെ വചനം ആന്തരികമായി പഠിക്കുകയാണ്. യോഹന്നാൻ 12:23. ഇപ്പോൾ മനുഷ്യപുത്രൻ മഹത്വം പ്രാപിക്കാൻ സമയമായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം മഹത്വത്തെക്കുറിച്ചാണ് പറയണത്. ഗ്രീക്കുകാർ കൂടി യേശുവിനെ അറിയുമ്പോൾ യേശുവിനുണ്ടാകുന്ന ഒരു പ്രചാരത്തിൽ നിന്നുണ്ടാകുന്ന മനുഷ്യമഹത്വമല്ല. അത് ഈശോ അതിൻ്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഞാൻ ആരുടെയും മഹത്വം അന്വേഷിക്കണില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ മനുഷ്യരുടെ മഹത്വം അന്വേഷിക്കണില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഭൗതികമായ ഒരു മഹത്വത്തെക്കുറിച്ചല്ല ഈശോ പറയണത് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ഈശോ പിന്നീട് അവർ പോയി കഴിഞ്ഞിട്ട് പറയും. എന്താണ് താൻ ഉദ്ദേശിച്ച മഹത്വം എന്താണെന്ന്. ഓരോരുത്തരും ഓരോ മഹത്വങ്ങളാണ് അന്വേഷിക്കുന്നത്. ഓരോരുത്തരും ഓരോ തരത്തിലുള്ള മഹത്വമാണ് അന്വേഷിക്കുന്നത്. ഇപ്പം 3-4 പേരെ വീട്ടിലുണ്ടെങ്കിലും 40 മുറിയുള്ള വീട് വെക്കുന്ന ആൾക്കാർ അന്വേഷിക്കുന്ന മഹത്വം എന്താ? എന്തോ ഒരു മഹത്വം അവർ അന്വേഷിക്കുന്നുണ്ട്, ഇല്ലേ? എല്ലാവരും ഓരോ മഹത്വം അന്വേഷിക്കുന്നുണ്ട്. ഗ്രീക്കുകാർ ജ്ഞാനത്തിലൂടെയാണ് മഹത്വം അന്വേഷിച്ചത്.
യഹൂദർ അന്വേഷിച്ചത് അടയാളമാണ്. ദൈവത്തിൻ്റെ അടയാളം കണ്ടുകൊണ്ടാണ്, അടയാളത്തിലൂടെയാണ് മഹത്വം അന്വേഷിച്ചത്. കുറേ ബാല അരിഷ്ടതകളുടെ കാലഘട്ടത്തിൽ ദൈവം അടയാളം കാണിച്ചിട്ടുണ്ട്. ചെങ്കടൽ പിളർത്തിയിട്ടുണ്ട്. മരുഭൂമിയിൽ മെഘസ്തംഭമായി തണൽ ഏറ്റി നിന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാം പരിപാലിച്ചത് കാരണം ഇവർ മഹത്വം എന്ന് പറയണത് എപ്പോഴും അടയാളമായിട്ടാണ് കണ്ടത്. അതാണ് പൗലോസ് പറയണത്, ഗ്രീക്കുകാർ വിജ്ഞാനം അന്വേഷിക്കുന്നു, യഹൂദർ അടയാളം അന്വേഷിക്കുന്നു, ഞങ്ങളാകട്ടെ ഗ്രീക്കുകാർക്ക് ഭോഷത്വവും യഹൂദർക്ക് ഉതപ്പുമായിട്ടുള്ള കുരിശിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. കൈയിടിച്ച് കർത്താവ് ഹല്ലേലൂയ, യേശു സ്തോത്രം, ഹല്ലേലൂയ. 1 കൊരിന്ത്യൻസ് ഹല്ലേലൂയ 1 കൊരിന്ത്യൻസ് 1:22 ഈ മഹത്തായ വാക്യമുള്ളത്. യഹൂദർ അടയാളം അന്വേഷിക്കുന്നു, അതാണ് അവർക്ക് മഹത്വം. ഗ്രീക്കുകാർ വിജ്ഞാനം അന്വേഷിക്കുന്നു, അതാണ് അവർക്ക് മഹത്വം. പക്ഷേ ക്രിസ്തുവിൻ്റെ മാർഗങ്ങൾ അടയാളങ്ങളിലൂടെയുള്ള ഭക്തിമാർഗമല്ല. ഗ്രീക്കുകാർ അന്വേഷിച്ച ജ്ഞാനമാർഗവുമല്ല. കർത്താവ് തൻ്റെ മാർഗത്തെക്കുറിച്ച് അവരോട് പറയും. ഗ്രീക്കുകാർക്ക് മാത്രമല്ല, ഇന്ത്യക്കാർക്ക് മാത്രമല്ല, മറിച്ച് എല്ലാ മനുഷ്യരെയും ആകർഷിക്കാൻ. അങ്ങനെയാണ് ഈശോ പറയണത്. ഗ്രീക്കുകാർ പോയി കഴിയുമ്പോൾ പറയണത് അതാണ്. ഗ്രീക്കുകാരെ മാത്രം ആകർഷിക്കാനല്ല ഈശോ വന്നത്. ഭാരതീയരെ മാത്രം ആകർഷിക്കാൻ വേണ്ടിയല്ല ഈശോ വന്നത്. പാശ്ചാത്യരെ മാത്രം ആകർഷിക്കാൻ വേണ്ടിയല്ല ഈശോ വന്നത്. ഈശോ പറയും, മനുഷ്യപുത്രൻ ഉയർത്തപ്പെടുമ്പോൾ, കുരിശ് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും. കൈയിടിച്ച് കർത്താവ് ഹല്ലേലൂയ. മാർഗത്തേക്കാൾ വലിയ മാർഗമാണ് എൻ്റെ മാർഗം. യഹൂദ അന്വേഷിക്കുന്ന അടയാളത്തിൻ്റെ ഭക്തിയുടെ മാർഗത്തേക്കാൾ വലിയ മാർഗമാണ്. ഈശോൻ്റെ മാർഗം എന്താണ്? 12:32 ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും. എന്തിൻ്റെ മാർഗമാണത്? കുരിശിൻ്റെ മാർഗമാണെന്നല്ല പ്രശ്നം. മറിച്ച് എന്നാ പൗലോസ് അപ്പോസ്തലൻ പറയണത്, കുരിശിൻ്റെ മാർഗം, കുരിശ് ഒരു മാർഗമല്ല, അതൊരു വഴിയാണ്. ശരിക്കും കുരിശ് ലക്ഷ്യമല്ല, ആണോ? അല്ല, കുരിശ് ഒരു ലക്ഷ്യമല്ല. പിന്നെ എന്താണത്? അതൊരു വഴി, മാർഗമാണ്. പക്ഷേ മാർഗമെന്ന് പറയുമ്പോൾ ലക്ഷ്യം എന്താണെന്ന് പറയാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഈശോ പറയാൻ എന്താ പറയുക? ലക്ഷ്യം എന്താണെന്ന് പറയും. 1 കൊരിന്ത്യൻസ് 1:24 യഹൂദർ അടയാളങ്ങൾ അന്വേഷിക്കുന്നു. പറഞ്ഞേ, ഗ്രീക്കുകാർ വിജ്ഞാനം അന്വേഷിക്കുന്നു, ഞങ്ങൾ ആകട്ടെ യഹൂദർക്കിടർച്ചയും വിജാതിയർക്ക് ഭോഷത്വവുമായ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. വിളിക്കപ്പെട്ടവർക്ക് യഹൂദരോ ഗ്രീക്കുകാരോ ആകട്ടെ, ക്രിസ്തു ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ ജ്ഞാനവുമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. അപ്പോഴേ കർത്താവിൻ്റെ മാർഗം എന്തിൻ്റെ മാർഗമാണ്? ശക്തിയിലേക്ക് നയിക്കുന്ന കുരിശിൻ്റെ മാർഗമാണ്. പിടിയോ? കർത്താവിൻ്റെ മാർഗം എന്തിൻ്റെ മാർഗമാണ്? ശക്തിയിലേക്ക് നയിക്കുന്ന കുരിശിൻ്റെ മാർഗമാണ്. അപ്പോൾ ഒരു കുരിശിനെക്കുറിച്ച് കേട്ടാൽ ക്രിസ്ത്യാനി ആദ്യം എന്തിനെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്? ശക്തിയെക്കുറിച്ച് ചിന്തിക്കണം. പിടിയിടുക, അവിടെ നിന്നാണ് മഹത്വം വരണത്. അതാണ് ഗ്രീക്കുകാർ വരുമ്പോൾ മനുഷ്യപുത്രൻ മഹത്വപ്പെടാൻ സമയമായെന്ന് പറയാൻ കാര്യം. അതാണ് 11:4
യാക്കോബ് ലാസറിന് രോഗമാണെന്ന് പറയുമ്പോൾ കർത്താവ് ശക്തിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. എന്താ പറയണത്? ഈ രോഗം മരണകാരണമല്ല, മറിച്ച് മനുഷ്യപുത്രൻ മഹത്വപ്പെടാൻ വേണ്ടിയുള്ള മഹത്വം എവിടുന്ന് വരുന്നതാണ്? എന്തിൻ്റെ മഹത്വമാണ്? ശക്തിയുടെ മഹത്വമാണ്. ശ്രുതികട ഹല്ലേലൂയ, യേശു ഹല്ലേലൂയ. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോഴും നോൻപ് എന്തിനുള്ളതാണ്? ശക്തി ധരിക്കാൻ. ശക്തി എന്തിനുള്ളതാണ്? മഹത്വം. എല്ലാം അവസാനം ചെന്നെത്തുന്നത് മഹത്വത്തിലാണ്. അതുകൊണ്ടാണ് നോൻപ് കഴിഞ്ഞ് ഈശോ വരത്തില്ലേ, മരുഭൂമിയും തിരിച്ചു വരത്തില്ലേ. നോൻപ് ഉപവാസവും കഴിഞ്ഞ് 40 ദിവസത്തെ നോൻപ് ഉപവാസം കഴിഞ്ഞ് ഈശോ മരുഭൂമിയും തിരിച്ചു വരുമ്പോൾ എന്നാ പറയണത് സുവിശേഷകൻ? കർത്താവ് ആത്മാവിൽ ശക്തിപ്പെട്ട്, അതിൻ്റെ അർത്ഥം മഹത്വത്തോടെയാണ് മരുഭൂമിയിൽ നിന്ന്. കൈയിട്ടിച്ച് കർത്താവ് വിശ്വസ്തം. മഹത്വം മഹത്വം യേശുവിനെ, മഹത്വം മഹത്വം യേശുവിനെ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിനെ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിനെ. അതാണ് ലൂക്കാ സുവിശേഷം 4:14. അവൻ ആത്മാവിൽ ശക്തീകരിച്ച് മരുഭൂമിയിൽ നിന്ന് ഗലീലയിലേക്ക് മടങ്ങിയെന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഓരോ കുരിശ് കാണുമ്പോഴും ഓർക്കണം മഹത്വത്തിൻ്റെ കാലമായെന്ന്. പിടിയോ? അതാണ് ഈശോ 12 പറയണത്. 12:24 പറയത്തില്ലേ, ഇപ്പോൾ മനുഷ്യപുത്രൻ, യോഹന്നാൻ്റെ സുവിശേഷം, മഹത്വം പ്രാപിക്കാനുള്ള സമയമായി. അപ്പോൾ എന്തെങ്കിലും സഹനം വന്നാൽ അപ്പോഴതിൻ്റെ അറിവെന്താ? മഹത്വത്തിൻ്റെ സമയമായെന്നുള്ള. അതാണ് പത്രോസ് പറയണത് 6:69. കർത്താവ് ദൈവത്തിൻ്റെ പരിശുദ്ധനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു. വിശ്വാസം എന്തിനുള്ളതാണ്? അറിവിനുള്ളതാണ്. അറിവ് എന്തിനെക്കുറിച്ചാണ്? സഹനം ശക്തി ധരിക്കാനുള്ളതാണെന്നും ശക്തി ക്രിസ്ത്യാനിയുടെ മഹത്വത്തിന് വേണ്ടിയുള്ളതാണെന്ന് കൈയിടിച്ച് കർത്താവ് ുമ്പോഴും നമുക്ക് മനസ്സിലാകാം. ആദ്യം മഹത്വം വരണത് എങ്ങനെയാണ്? ആദ്യം വരുന്നത് എങ്ങനെയാണ്? കുരിശായിട്ടാണ് വരണത്. ഈ ഭൂമിയിലുള്ള ശക്തിയുടെ മാർഗമാണ് കുരിശിൻ്റെ വഴികൾ. നമ്മൾ ഒരു ജീവിത പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ നമ്മൾ കുരിശിൻ്റെ വഴിയിലാണ്, നമ്മളെ ശക്തീകരിക്കാൻ വേണ്ടി. അപ്പോൾ കർത്താവ് ചിന്തിച്ചതും ദൈവം ചിന്തിച്ചതും ഈ ഭൂമിയിലുള്ള ഒരു ശാശ്വതമായ യാഥാർത്ഥ്യമാണ് വേദന എന്നുള്ളത്, അല്ലേ? എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. ഇതിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യാൻ മനുഷ്യാവതാരവും രക്ഷാകര നടപടിയും കൊണ്ട് ഫലപ്രദമായി ഇതിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞിട്ട് എന്നുള്ള ചിന്തയാണ് ബൈബിൾ എപ്പോഴും മനുഷ്യരാശിയുടെ മുമ്പിൽ പങ്കുവെക്കുന്നത്. കാര്യം ഇവിടെ നിലവിലുണ്ട് ഓൾറെഡി സൃഷ്ടിയുടെ ഭാഗമായിട്ട്. ഇപ്പം നമുക്ക് മൂക്കുണ്ടല്ലേ, മാറ്റാൻ പറ്റുമോ? ശ്വസിക്കണമെങ്കിൽ മൂക്ക് വേണം. പക്ഷെ ദുർഗന്ധമെല്ലാം ഈ മൂക്ക് വഴിയാണ് നമ്മൾ അറിയണത്. അപ്പം നമ്മൾ മൂക്ക് പൊത്തിപ്പിടിക്കും ആ സ്ഥലം കഴിയണത് വരെ. ജീവിതകാലം മൊത്തം പൊത്തിപ്പിടിച്ചാൽ ചത്തുപോകും. ദാറ്റ് മീൻസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ലെന്ന്. തിന്മകളെ ഒഴിവാക്കാൻ പറ്റത്തില്ല. അപ്പോൾ തിന്മകളെ എങ്ങനെ കൺവേർട്ട് ചെയ്ത് കൃപയാക്കി മാറ്റാം, കുരിശിനെ എങ്ങനെ കൺവേർട്ട് ചെയ്ത് കൃപയാക്കി മാറ്റാം, കൃപയെ എങ്ങനെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കാം, അതാണ് ബൈബിൾ ഫോളോ ചെയ്യണ മാർഗ്ഗം. വിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എല്ലാ വിഷയവും. ചിലപ്പോൾ നമ്മളെ മകളെ കെട്ടിച്ച വിട്ട വീട്ടിൽ നിന്ന് ചിലപ്പോൾ ഇന്ന് വരെ അമ്മായിപ്പം നമ്മളെ വിളിച്ചിട്ടില്ല. മകൻ വിളിച്ച് പറയും ഇവളെ കൊണ്ടുപോയി എന്നെ പറ്റിച്ചാണെന്നൊക്കെ പറയും. ഇവളുടെ കയ്യിലും ചില പൊടിക്കൈകളൊക്കെ ഉള്ളതുകൊണ്ട് അവൻ പൊറുതിമുട്ടി പറയണതാണ്.
ഇപ്പം നമ്മളത്രയും കാര്യമൊക്കെ എടുക്കത്തില്ല. കുടുംബമല്ലേ, പാത്രമല്ലേ, ചട്ടിങ്കലമല്ലേ, തട്ടിമുട്ടിയൊക്കെ ഇടയ്ക്ക് സ്വരമൊക്കെ ഉണ്ടാക്കും. നമുക്ക് ശരി, നീ പ്രാർത്ഥിക്കടാ, നിനക്ക് പ്രാർത്ഥനയൊക്കെ കുറവായത് കൊണ്ടാണ് ഇങ്ങനെ നമ്മൾ എപ്പോഴും ഇഷ്യൂസ് ഉണ്ടാകുമെന്ന് അമ്മ പറയും. പക്ഷേ ഇപ്പം അമ്മയെ ഇപ്പം വിളിക്കുകയാണ്. സംഗതി ഇവർ തമ്മിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. ഞാനത് അവർ തന്നെത്താൻ മേക്കപ്പ് ചെയ്യുമെന്ന് വിചാരിച്ചു. ഇപ്പോൾ സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയായിട്ടുണ്ട്. എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന് പറയുമ്പോൾ നമ്മുടെ ചങ്ക് പറയും, നമ്മളുടനെ അയ്യോ എന്ന് പറയും. അതാണ് പ്രശ്നം. അതാണ് പ്രശ്നം. അപ്പോഴുടനെ ആ സമയം എടുക്കുമ്പോഴാണ് പ്രശ്നം വന്നത്. സമയം എടുക്കാതെ തന്നെ നീ പറയണം, ഈ തകർച്ച, ഈ പ്രശ്നം തകർച്ചയ്ക്ക് കാരണമല്ല, മനുഷ്യപുത്രൻ മഹത്വം പ്രാപിക്കണം. അത് പറയാനെടുക്കുന്ന സമയമാണ് നിൻ്റെ വിശ്വാസം അറിവിലേക്ക് വന്നോ ഇല്ലയെന്ന് അറിയണത്. ഒരു വിഷയം ഉണ്ടായി ചിലപ്പോൾ 2 ആഴ്ച കഴിഞ്ഞിട്ട് പറയും കുഴപ്പമില്ല, ഞാൻ പ്രാർത്ഥിക്കായിരുന്നു, എല്ലാ പ്രശ്നങ്ങളും അവസാനം പ്രസാദപരമായി മാറുമെന്നൊക്കെ നമ്മൾ പറയും. അത് കുറേ കഴിഞ്ഞാണ് പറയണത്. അതാണ് പ്രശ്നം. കഴിഞ്ഞല്ല പറയണത്, ആ തത്സമയം പറയണം. അതാണ് എന്തുമാത്രം വിശ്വാസം അറിവായിട്ട് കൺവേർട്ട് ചെയ്തെന്നറിയാം. തത്സമയം പറയാനുള്ളത് അഭിഷേകം വേണം. പ്രാർത്ഥിക്കുക, കർത്താവേ, ഒരു കുരിശിൻ്റെ സൂചന കിട്ടിയാൽ തത്സമയം തന്നെ മഹത്വത്തെക്കുറിച്ചുള്ള അറിവനുഭവിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രുതികട ഹല്ലേലൂയ. കൈവർത്തിക്കൊണ്ട് ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമത്തേത്, ഈ മഹത്വം പ്രാപിക്കുന്നവരെയുള്ള ഒരു സമയമുണ്ട്. മഹത്വം പ്രാപിക്കുന്നവരെ ഉള്ള സമയം, അത് വിശ്വാസത്തിൻ്റെ, പ്രത്യാശയുടെ, സ്നേഹത്തിൻ്റെ, സമർപ്പണത്തിൻ്റെ ഒരു സമയമാണ്. ഇവിടെ ചില സമയത്ത് അമ്മയെപ്പോലെ മൗനം പാലിക്കേണ്ടി വരും. സംസാരം കുറച്ച് പ്രാർത്ഥനയുടെ അരൂപിയിൽ ചെലവഴിക്കേണ്ടി വരും ഈ സമയത്ത്. അതിന് ഏറ്റവും നല്ലത് മാതൃക അമ്മ തന്നെയാണ്. കാര്യം നമ്മൾ സംസാരിക്കേണ്ട എന്ന് പറയുമ്പോൾ അതിനർത്ഥം സംസാരിക്കേണ്ട എന്നല്ല, ദൈവം നമുക്ക് വേണ്ടി സംസാരിക്കട്ടെ എന്നതിൻ്റെ അർത്ഥം. പറഞ്ഞാൽ മനസ്സിലായില്ലേ? ചില കാര്യം നമ്മൾ സംസാരിച്ച വെളുക്കാൻ തേക്കണത് പാണ്ടായിത്തീരും. കാര്യം പ്രക്ഷുബ്ധമായ സമയമാണ്. തീ കത്തിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ കൊണ്ട് ചിലപ്പോൾ എണ്ണ ഒഴിക്കണ പോലെ ഇരിക്കും. അതുകൊണ്ട് ചില സമയത്ത് നമ്മൾ സംസാരിക്കും, കർത്താവേ, ഈ വിഷയം ഞാൻ സംസാരിക്കത്തില്ല, നീ ഇടപെടണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കർത്താവിൻ്റെ അടുത്തുനിന്ന് പോകരുത്. പറഞ്ഞ മനസ്സിലായില്ലേ? വിഷയം അങ്ങനെയാണ് പ്രതിരോധിക്കുന്നത്. രോഗമായാലും ക്ഷീണമായാലും കർത്താവിൻ്റെ അടുത്തുനിന്ന് പോകരുത്. കർത്താവ് പറഞ്ഞു കൊടുത്ത ഒരു മാർഗമാണത്. എന്താണ്? എന്തെങ്കിലും ഇഷ്യൂസ്, കാര്യങ്ങൾ മോശമായി കൈവിട്ട് പോവുകയാണെങ്കിൽ നീ എൻ്റെ അടുത്ത് തന്നെ ഉണ്ടാകണമെന്ന് പറയും. അതിപ്പോഴല്ല, പണ്ട് മുതലേ പ്രശ്നമുണ്ടായ മനുഷ്യന്മാരോടെല്ലാം ദൈവം പറഞ്ഞതാണ്, നീ എൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവണം എന്ന് പറയും. അതാണ് സ്വന്തം കാനാൻ വിട്ടിട്ട് കാണാത്ത കാനാൻ ദേശത്തേക്ക് ഇറങ്ങി പുറപ്പെട്ടപ്പോൾ എബ്രാഹത്തിനോട് ദൈവം പറഞ്ഞു, നീ എൻ്റെ അടുത്ത് തന്നെ ഉണ്ടാകണം, ഞാൻ കൊണ്ടുപോയി വാഗ്ദാന നാട്ടിൽ നിന്നെ എത്തിച്ചോളാം. എത്തിക്കണത് ആരാണ്? നമ്മൾ പോയി കണ്ടുപിടിക്കണമല്ല, ദൈവം എത്തിക്കും. പക്ഷേ നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവണം. ഈ അടുത്ത് തന്നെ ഉണ്ടാവണമെന്നുള്ളത് മോസസിനോടും പറഞ്ഞു, നീ എൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് പറഞ്ഞു. പലപ്പോഴും വളരെ തകർന്ന ഒരു അവസ്ഥയായിരുന്നു മോസസ്. അഹറോൻ ചിലപ്പോൾ കൈവിടും, ചിലപ്പോൾ സ്വന്തം ഭാര്യ ഒറ്റുകൊടുക്കും, ചിലപ്പോൾ അവർ വീമ്പിളക്കിയിട്ട് ജനങ്ങളുടെ മോസസിൻ്റെക്കാൾ വലുതാണ് അവരെന്നും പറഞ്ഞ് പാളയത്തിൽ പടയുണ്ടാക്കും, അഹറോനെ സ്വരൂപിച്ച് കയ്യിലെടുക്കും. അങ്ങനെ മോസസ് വല്ലാണ്ട് ഒറ്റപ്പെട്ട സമയം ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് പറയും, മോസസ് നമ്മളെ വിട്ടുപോയി, അവന് എന്നാ സംഭവിച്ചതെന്ന് അറിയത്തില്ല, നമുക്ക് കാളക്കുട്ടി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അഹ്റോനെ പോലും വശപ്പെടുത്തി എടുത്തായിരുന്നു ഒരു കാലത്ത് ജനം. അപ്പോൾ മോസസ് ഒരിക്കലും ഒറ്റയായിപ്പോയി. ആ സമയത്ത് മോസസിനോട് പറയും, നിനക്കിപ്പോൾ പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത മാനസികാവസ്ഥയാണ്, അതുകൊണ്ട് ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് പറയും.
നീ എൻ്റെ കൂടെ ഉണ്ടാകണമെന്ന് എബ്രഹാത്തിനോട് പറഞ്ഞപ്പോൾ മോസസിനോട് പലപ്പോഴും പറയാൻ ദൈവം ഇഷ്ടപ്പെട്ടത് ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും. അത് വലിയ സംഭവമാണ്. ചില സമയത്ത് നമുക്ക് തളർന്നു പോയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ ഉണ്ടാകും. അപ്പോൾ 33:14 ഓർക്കണം, പുറപ്പാട്. നമ്മൾ ദൈവത്തിൻ്റെ കൂടെ മാനസികമായിട്ടില്ല, ശാരീരികമായിട്ടില്ല, പക്ഷേ ദൈവം അപ്പോൾ ദിവ്യകാരുണ്യത്തിന് ഈ ദൈവം കൂടെ ഉണ്ട് തൻ്റെ ഏത് അവസ്ഥയിലും എന്നുള്ള ഒരു ബോധ്യം ഏറ്റവും കൂടുതലുണ്ടായ അപ്പോസ്തലനാണ് പത്രോസ്. അത് ഭയങ്കരമാണ് ശരിക്കും. ഞാൻ ഫോളോ ചെയ്യുന്ന ഒരാളാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കൃത്യമായിട്ട് പറയണത്. ഞാൻ എപ്പോഴും കർത്താവിനോട് പറയും, 2 കക്ഷികളെയാണ് എനിക്ക് കൂടുതൽ പഠിപ്പിച്ച് തരേണ്ടത്. ഒന്ന് മേരിയെ, ഒന്ന് പത്രോസിനെ. ഇവർ സംഭവമാണ്. ദൈവം തന്നോട് കൂടെ ഉണ്ടെന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ്, മനസ്സിലാക്കിക്കൊണ്ടിരുന്ന ആളാണ്. അറിവുണ്ടായ, വിശ്വാസത്തെക്കാൾ ഉപരി അറിവുണ്ടായ ആളാണ് ആര്? പത്രോസ്. എല്ലാ സമയത്തും കർത്താവിന് നമ്മുടെ കൂടെ നമ്മോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ വിഷയം, വാട്ട് എവർ ഹാപ്പൻ ടു us ഇറ്റ് ഡസൻറ്റ് മീൻ എനിത്തിങ്. നമുക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതല്ല പ്രശ്നം. നമ്മളുടെ കൂടെ ദൈവമുണ്ടോ ഇല്ലേ എന്ന് നമ്മൾ അറിയുന്നതാണ് വിശ്വാസത്തിൻ്റെ കഴിവ്. കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ. അതുകൊണ്ട് മേരിയോട് കർത്താവ് ഒരു സമ്മാനമേ കൊടുത്തുള്ളൂ, വേറെ ഒന്നും കൊടുത്തില്ല. മേരി ഇനി നടക്കാൻ പോകുന്ന വഴികളുണ്ട്. ചിലപ്പോൾ അവർ വിധവയെപ്പോലെ അവൾ നടക്കും. ഔസപിതാവ് ഈശോയ്ക്ക് 15 വയസ്സുള്ളപ്പോൾ മരിച്ച ആളാണ്. അപ്പോൾ ഈശോൻ്റെ 15 വയസ്സ് മുതൽ അമ്മ മാതാവ് വിധവയാണ്. അപ്പോൾ വിധവയായിട്ട് പിന്നീട് ഈശോ അമ്മയ്ക്ക് ഒരു 10-50 വയസ്സുള്ളപ്പോൾ ഈശോയും മറഞ്ഞുപോയി ശാരീരികമായിട്ട്. പിന്നെ അമ്മ കുറേ കാലം സഭയുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ആരംഭിക്കുന്ന മുമ്പ് ദൈവം ഒരു കാര്യം പറഞ്ഞായിരുന്നു, ഒരു കാലത്ത് നിൻ്റെ ജീവിത പങ്കാളി നിന്നെ വിട്ടുപോകും, ഒരു കാലത്ത് നിൻ്റെ മകൻ നിന്നെ വിട്ടുപോകും, പക്ഷെ ഞാൻ നിന്നെ വിട്ടുപോയത് ദ ലോർഡ് ഈസ് വിത്ത് യു. കർത്താവ് നിന്നോട് കൂടെ. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ദിവ്യകാരുണ്യത്തിന് അപ്പം എന്തെങ്കിലും സംഭവിച്ച് ആരെങ്കിലും വിട്ടുപോകുമ്പോൾ ഓർക്കണം. ഇപ്പം ചില ആൾക്കാർ പറഞ്ഞിട്ട്, എൻ്റെ അച്ഛാ 12 കൊല്ലമായ എൻ്റെ കൂട്ടുകാരിയാണ് എന്നെ വിട്ടുപോയെന്ന് പറയും, ഇല്ലേ? ഇത്രയും നാൾ ഞാൻ മിണ്ടിപ്പറഞ്ഞ് സ്നേഹത്തോടെ ഇരുന്ന അയൽവാസിയാണ് ഇപ്പോഴും കണ്ടിട്ട് മിണ്ടാണ്ടിരിക്കണമെന്ന് പറയും. ഇങ്ങനെ എല്ലാ വിളക്കുകളും അണയുന്ന ഒരു കാലം ജീവിതത്തിലുണ്ടാവും. അപ്പോഴേ പത്രോസ് പറഞ്ഞ ഒരു അറിവുണ്ടാകണം, നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു. എന്താണ്? വിളക്കുകൾ അണയുമ്പോൾ കർത്താവിൻ്റെ വിളക്ക് തെളിയാൻ കാലമായി, മഹത്വത്തിൻ്റെ കാലമായി, നിന്നെ വിട്ടുപിരിയാത്ത, നിന്നോട് കൂടെ ആരെല്ലാം വിട്ടു പോയാലും നിന്നോട് വിട്ടുപോരാത്ത ദൈവത്തെക്കുറിച്ച് നീ ചിന്തിക്കാൻ കാലമായി, ആ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ കാലമായി, മഹത്വത്തിൻ്റെ കാലമായി. കൈയിട്ടിച്ച് കിടന്നാൾ ഹല്ലേലൂയ. പരമദിവ്യകാരുണ്യത്തിന് ഈ വിശ്വാസം കഴിഞ്ഞ് 10 ദിവസം ഉണ്ടാകുന്ന അറിവ് എന്ത് അറിവാണെന്നറിയാവോ? അഭിഷേക വിധി പ്രകാരമുള്ള അന്തർജ്ഞാനമാണ്. ആ അന്തർജ്ഞാനത്തിലാണ് അവൻ അനുഭവിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യം. പിരിഞ്ഞു പോണതിന് മുമ്പ് 2-3 ദിവസം മുമ്പ് കർത്താവ് പറഞ്ഞായിരുന്നോ, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്ന് പറഞ്ഞു. 18:14 യോഹന്നാൻ്റെ സുവിശേഷം. എല്ലാവരും അത് കേട്ടതാണ്, യൂദാസും കേട്ടതാണ്, പക്ഷെ പ്രയോജനം ഉണ്ടായില്ല. അവൻ ആത്മഹത്യ ചെയ്തു. എല്ലാത്തിനും ഇപ്പം നമ്മുടെ കൂടെയുള്ള കർത്താവിൻ്റെ വാഗ്ദാനം സത്യമായ അറിവാണ്, അല്ലേ? പക്ഷേ ഇത് നമ്മൾ ആരെങ്കിലും ഓർപ്പിച്ച് തരണം. പത്രോസിന് ഓർപ്പിച്ച് കൊടുക്കാൻ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നോ? യൂദാസിന് പരിശുദ്ധാത്മാവിനെ കൂടെ നിർത്താൻ പറ്റിയ
അരൂപിയില്ലായിരുന്നു. അതാണ് പ്രശ്നം, വേറെ ഒരു പ്രശ്നമില്ല. അതായിരുന്നു യുദാസിന് സംഭവിച്ച വിഷമം. പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നെങ്കിൽ അവനെ ഓർപ്പിച്ച് കൊടുത്തേനാം, മകനെ, കർത്താവിനെ മുത്തിക്കൊടുത്താലും അവൻ ക്രൂശിക്കപ്പെട്ടാലും അവൻ്റെ വാക്ക് നിത്യജീവൻ്റെ വാക്കാണ്. അവൻ ശാരീരികമായി മരിച്ചാലും അവൻ്റെ വാക്കുകൾക്ക് നിത്യതയുണ്ട്. കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും. ആ പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന ഓർമ്മയില്ലേ, അതിനെയും പത്രോസിൻ്റെ 6:69 യോഹന്നാൻ്റെ സുവിശേഷം അനുസരിച്ചുകൊണ്ട് അറിവിൻ്റെ അനുഭവമായിട്ട് നമുക്ക് കണക്കാക്കാം. ആ ഓർമ്മ എപ്പോഴും പത്രോസിനുണ്ടായിരുന്നു. എന്തോർമ്മയാ? കർത്താവ് പറഞ്ഞിട്ടുണ്ടോ അവൻ നമ്മളെ അനാഥരായി വിടത്തില്ല എന്ന്. 18:14 യോഹന്നാൻ്റെ സുവിശേഷം. ആ ഒരു ബോധമുള്ളത് കൊണ്ട് യുദാസ് ആത്മഹത്യ ചെയ്തിട്ടോ അപ്പോസ്തലന്മാർ ഓരോരുത്തരും തങ്ങളുടെ വഴിക്ക് ചിതറിപ്പോയിട്ടും കർത്താവ് പറഞ്ഞ വാക്ക് പ്രകാരം നടപടി 1:4 അനുസരിച്ച് കൊണ്ട് ജെറുസലേം വിട്ടുപോവാതെ പത്രോസ് നിൽക്കുമ്പോഴേ അതിൻ്റെ കാരണം പത്രോസ് പറയുന്നുണ്ട്. എന്താണ്? അതാരോടാ പറയണത്? ഒരു മുടന്തനോടാ പറയണത്. എന്താ പറയണത്? ഞാൻ ജെറുസലേം വിട്ടു പോകാതിരുന്നതിൻ്റെ കാരണം എന്താണെന്ന് പറയുന്നുണ്ട്. 3:6 നടപടി പുസ്തകത്തിൽ എന്നാ പറയണത്? പൊന്നെന്നെ വിട്ടുപോയി, വെള്ളിയും എന്നെ വിട്ടുപോയി. പൊന്നും വെള്ളിയും എനിക്ക് ഇല്ല. എന്നെ വിട്ടുപോകാതെ ഒരാളുണ്ട്, എന്നെ അനാഥമായി വിടാത്ത ആൾ. ആരെല്ലാം വിട്ടുപോയാലും അവൻ തന്നെ ശാരീരികമായി അപ്രത്യക്ഷപ്പെട്ടാലും അവൻ ആധ്യാത്മിക ചൈതന്യത്തിൽ, അവൻ്റെ ദൈവിക സാന്നിധ്യത്തിൽ എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടാണ് അവൻ പോയത്. അവൻ എൻ്റെ പക്കലുണ്ട്, പൊന്നില്ല വെള്ളിയില്ല എൻ്റെ കയ്യിൽ, അവൻ്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കാൻ പറയും. അവൻ മുടന്തൽ എഴുന്നേറ്റ് നടക്കും. എന്താണ്? കർത്താവിൻ്റെ സാന്നിധ്യം പത്രോസ് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. അതാണ് അറിവ്. എന്തെങ്ങനെ ഉണ്ടായിരുന്ന അറിവാണത്? 18:14 യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും, ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ലെന്ന് പറഞ്ഞ അറിവ്. അത് ജപ്തി വന്നാലും ക്യാൻസർ വന്നാലും നമ്മുടെ കുടുംബത്തിൽ മറ്റു മനുഷ്യരുടെ മുമ്പിൽ നമുക്ക് നാണക്കേടുണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടായാലും എൻ്റെ മക്കൾ തിരിച്ചറിയണം, അത് വിശ്വാസമല്ല, വിശ്വാസം നൽകുന്ന അറിവാണ്. എന്താണ് അറിവ്? എൻ്റെ ദൈവം എന്നെ അനാഥമായി ഇടത്തില്ല. പത്രോസിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ദൈവം എൻ്റെ കൂടെ ഉണ്ട്. കാര്യം അത് ദൈവത്തിൻ്റെ വാക്കാണ്. ദൈവത്തിൻ്റെ വാക്കുകൾ നിത്യജീവൻ്റെ വാക്കുകളാണ് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞുകൊണ്ട് എൻ്റെ കൂടെയുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ അന്തർജ്ഞാനത്തിൽ അറിയുന്ന അഭിഷേകത്തിൻ്റെ പേരാണ് വിശ്വാസം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അമ്പത്തെ തകർച്ചയുടെ വഴി, ആ വഴികളെല്ലാം കടന്നു പോകുമ്പോൾ നമ്മുടെ കൂടെ വിട്ടുമാറാതെ കർത്താവ് നമ്മുടെ കൂടെ നടന്ന് നമ്മൾ ആ വഴി നടന്ന് തീർത്ത് കഴിയുമ്പോൾ, മഹത്വത്തിൻ്റെ സ്ഥാനത്ത് നമ്മൾ എത്തിക്കഴിയുമ്പോൾ നമ്മൾ അറിയണം, അറിവ് ഉദ്ഘോഷിക്കണം. എന്താണ്? എൻ്റെ ദൈവം എന്നെ ശക്തിപ്പെടുത്തിയിരിക്കുന്നുവെന്ന്. നമ്മളെ ശക്തീകരിക്കാൻ വേണ്ടിയാണ് മരുഭൂമി ഉണ്ടാകണമെന്ന് മനസ്സിലാക്കണം. മരുഭൂമി ഉണ്ടായത് കൊണ്ടാണല്ലോ ഈശോയ്ക്ക് ശക്തീകരണം കിട്ടിയത് എന്നല്ലേ ലൂക്കാ 4:14 പറയണത്? നിൻ്റെ കുരിശുകൾ നിന്നെ മഹത്വപ്പെടുത്തും, നിൻ്റെ മരുഭൂമി അനുഭവങ്ങളും നിന്നെ മഹത്വപ്പെടുത്തും. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഒരു നിമിഷം മൗനമാവുക. കൈകൾ കൂപ്പി മൗനമാവുക. പറ്റുന്നവരെ ഈശോനെ നോക്കുക. സ്ക്രീനിലുമുണ്ട്. ദിവ്യകൃപാനയിലേക്ക് ശ്രദ്ധിക്കുക. കേട്ട വചനങ്ങളെക്കുറിച്ച് ഓർക്കുക. മഹത്വത്തിൻ്റെ മരുഭൂമി വഴികൾ, ശക്തീകരണത്തിൻ്റെ സുവിശേഷം
ഒരു നോൻപ് നമ്മളെ ശക്തിപ്പെടുത്താൻ വേണ്ടി ദൈവം ഒരുക്കിയ രക്ഷയുടെ സമയം, മഹത്വത്തിൻ്റെ സമയം. ആ സമയത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. പ്രാർത്ഥിക്കുക. കർത്താവേ, ഞങ്ങളെല്ലാ ജനതകൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേക പ്രകാശങ്ങളിലെ പ്രത്യേക പ്രയാസങ്ങളിലെ വേദനിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്നുണ്ടായ വാഹന അപകടത്തിലെ ക്ലേശിക്കുന്നവർക്ക് വേണ്ടി, സൗഖ്യത്തിന് വേണ്ടിയും ദൈവിക ശക്തിക്ക് വേണ്ടിയും മഹത്വത്തിന് വേണ്ടിയും അതിനുശേഷം വരുന്ന ദർശനം ഒരു കടക്കോലിൻ്റെ ദർശനമാണ്. കടക്കോല് നമ്മൾ മോരിലെ കടകോലിട്ട് കടയത്തില്ലേ, കടഞ്ഞ് വരുമ്പോൾ അതിൽ വെണ്ണ പൊന്തി വരും. എല്ലാ സഹനങ്ങൾക്ക് ശേഷവും കൃപയുടെ വെണ്ണ നിൻ്റെ ആത്മാവിനോട് ചേരും. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ജീവിതത്തെ കടയുന്ന കടകോലാണ് കുരിശ് അല്ലെങ്കിൽ സാഹചര്യങ്ങൾ. ജീവിതത്തിലുള്ള പ്രശ്നങ്ങളെ പ്രസാദപരമായി മാറ്റുന്നതിനുള്ള ദൈവസംവിധാനമാണ് ഈ കുരിശാകുന്ന കടകോല് പോലെ വരുന്നത്. കുരിശ് വെണ്ണയിൽ നിന്ന്, പാലിൽ നിന്ന് വ്യത്യസ്തമായ വേറൊരു വസ്തുവാണെന്ന് വിചാരിക്കണം. ഈ പാലിൽ എവിടെയോ ഉള്ള, മോരിൽ എവിടെയോ ഉള്ള വെണ്ണയെ നിനക്ക് തരാൻ വേണ്ടി, ഈ സഹനത്തിൽ ഉള്ള മഹത്വത്തെ നിനക്ക് തരാൻ വേണ്ടി ദൈവം ഉപയോഗിക്കുന്ന കടകോലാണ് കുരിശെന്ന്. അപ്പോൾ കുരിശൊരു ഉപകരണം മാത്രമാണ്. നിൻ്റെ ആത്മാവിന് കൃപയുടെ വെണ്ണ ചാർത്തുന്ന ഒരു ഉപകരണം മാത്രമാണ്. അത് നിനക്ക് കുരിശ് തരണവരും ദൈവത്തിൻ്റെ ഉപകരണമാണ് എന്ന് കർത്താവിൻ്റെ ആത്മാവ് തെളിവായി പറയുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ശരീരത്തിൻ്റെ മടക്കുകൾ, കാലിൻ്റെ പാദത്തിൻ്റെ ഉപ്പുകുറ്റിയുടെ മടക്കുണ്ട്. അതുപോലെ തന്നെ തൊലി ഞൊറിഞ്ഞു വരുന്ന മടക്കുകൾ, അവിടെ തൊലിയുടെ കളർ വ്യത്യാസം ഉണ്ടാകുകയും ചിലപ്പോൾ തൊലി കട്ടിയായി മാറുകയും ചിലപ്പോൾ ചിരങ്ങായി മാറുകയും ഒക്കെ ചെയ്യുന്ന തൊലിയുടെ രോഗാവസ്ഥകൾ, തൊലി മടങ്ങി ഞെറിഞ്ഞിരിക്കുന്ന അവസ്ഥകൾ, അതൊക്കെ ഈശോ സുഖപ്പെടുന്നതിൻ്റെ സന്ദേശമുണ്ട്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കാലിലെ കറുത്ത പാടുകൾ, പഴുപ്പ്, പൊട്ട്, വേദന, അതുപോലെ നീർവീക്കം, അതിൻ്റെ കൂടെ ഉണ്ടായിട്ടുള്ള കറുത്ത പാടുകൾ മാറാതെ നിൽക്കുന്നു. അതും വ്രണത്തിൻ്റെ നിറമല്ല. ഇത് വ്രണത്തിൻ്റെ നിറം ചുവപ്പോ മഞ്ഞയോ പഴുപ്പ് നിറമല്ലേ, പക്ഷേ ഇതിന് വേദനയുണ്ട്, വ്രണത്തിനത്തിന് വേദനയുണ്ട്, പക്ഷെ കറുത്ത പാടുകളാണ് ഉള്ളത്. ആ കാലുകളെ കർത്താവ് സ്പർശിക്കുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. വെള്ള ഷൂസ് ഇട്ട ഒരു 4ാം ക്ലാസ്സിലോ മറ്റേ അല്ലെങ്കിൽ 3ാം ക്ലാസ്സിലോ മറ്റേ പഠിക്കുന്ന ആൺകുട്ടികൾ, അവരെക്കുറിച്ച് ആ കുഞ്ഞിനെക്കുറിച്ച് പഠിക്കണില്ല, അവൻ ബുദ്ധൂസാണ് എന്നുള്ള വേവലാതികൾ. അപ്പോൾ ആ മേഖലയിലുള്ള കുഞ്ഞുങ്ങളെ കർത്താവ് സുഖപ്പെടുന്നതിൻ്റെ സൂചനയാകാം
ചിലപ്പോൾ ഒരു കുഞ്ഞിനെ പ്രത്യേകം എടുത്ത് കാണിച്ചുകൊണ്ട് നൽകുന്ന സന്ദേശം. കുഞ്ഞുങ്ങളെ കർത്താവ് സുഖപ്പെടുത്തുന്ന സമയമാണ്. അവരുടെ ബുദ്ധി മാന്യങ്ങൾ മാറ്റുന്ന, പലത് രോഗങ്ങൾ മാറ്റുന്ന. ശ്രുതികട ഹല്ലേലൂയ. ആരാധന ആരാധന യേശുവേ ആരാധന. നമ്മൾ ഉപ്പ് കുറ്റിയിൽ അല്ല മുട്ട് മടക്കി നമ്മൾ ഉപ്പ് കുറ്റിയിൽ നമ്മുടെ പുറകു ഭാഗം റെസ്റ്റ് ചെയ്തുകൊണ്ട് ഇരിക്കത്തില്ലേ? അങ്ങനെ ഇരിക്കാൻ പറ്റാത്ത രീതിയിൽ ഈ മുട്ട് മടക്കുമ്പോൾ ആ മടക്കലിന് ബാക്കിലുള്ള മസിലുകളും അതുപോലെ തന്നെ എൻ്റെ ജോയിൻസും വേദനയുള്ളത്, മടക്കാൻ പറ്റാത്ത അവസ്ഥ കർത്താവ് ഈ നിമിഷം സുഖപ്പെടുത്തുന്ന. ശ്രുതികട ഹല്ലേലൂയ. തള, വള, ചരട് ഇങ്ങനെ രോഗങ്ങൾക്ക് വേണ്ടി ശരീരത്തെ കെട്ടിയിരിക്കുന്ന സംഭവങ്ങൾ പൂർണ്ണമായി അഴിച്ചു മാറ്റാൻ ഈശോ ആവശ്യപ്പെടുന്നു. കർത്താവ് അത് സുഖപ്പെടുത്തുന്ന സന്ദേശമാണ്. ശ്രുതികട ഹല്ലേലൂയ. ആരാധന ആരാധന യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഉള്ളംകാലം മുതൽ ഉച്ചവരെയുള്ള രോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. പതിവ് പോലെ ഉദരത്തിലാണ് പ്രാർത്ഥന. ഉദരത്തിന് വേണ്ടിയാണ്, സൗഖ്യത്തിന് വേണ്ടിയാണ് പ്രാർത്ഥന ആരംഭിക്കുന്നത്. ഉദരത്തിൽ കൈകൾ വെക്കുക, നടുവിലും കൈവെക്കണം. എല്ലാവരും അല്ല, ഉദര രോഗമുള്ളവർ, PCOD, പിസ്റ്റുല രോഗങ്ങളുള്ളവർ, മൂത്രാശയത്തിൽ കല്ലുള്ളവർ, മൂത്രമൊഴിക്കുമ്പോൾ വേദനയുള്ളവർ, അൾസർ രോഗികൾ, അർസസ് രോഗികൾ, ഗർഭാശയത്തിൽ ട്യൂബ് ഇല്ലാത്തവർ, ട്യൂബ് ഒരെണ്ണം മാത്രമുണ്ട്, ഗർഭമില്ല, കുഞ്ഞുങ്ങളാകുന്നില്ല, അങ്ങനെയുള്ള പരാധീനതകളുള്ളവർ ഒക്കെ അത് അടിവയറ്റിൽ കൈവെക്കേണ്ടതാണ്. കിഡ്നി വേദനക്കാരും കിഡ്നിക്ക് രോഗമുള്ളവരും നടുവിന് കൈവെക്കേണ്ടതാണ്. ശ്വാസകോശ രോഗികൾ, വലിവ്, ആസ്മ, ശ്വാസം മുട്ടൽ രോഗികൾ, പതിരയ്ക്ക് പൾസില്ലാത്തവർ, തൊണ്ട രോഗികൾ ഒക്കെ നെഞ്ചിലും തൊണ്ടയിലും കൈവെക്കേണ്ടതാണ്. ഹൃദയവേദനയുള്ളവർ ഇടനെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. പാങ്ക്രിയാസ് രോഗികൾ ഇടനെഞ്ചിന് താഴെ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. കരൾ രോഗികൾ വട്ടം നെഞ്ചിൻ്റെ കൊമ്പിന് കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, കൈവച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കൾക്കും ഓരോ വിദൂര നാടുകളിലെ ഈ സമയം ഈ ശുശ്രൂഷ എപ്പോഴെല്ലാം കാണുന്നുവോ, കണ്ട് പ്രാർത്ഥിക്കുന്നുവോ, എല്ലാവരെയും അങ്ങ് സ്പർശിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ അപ്പാ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവേ, കൈ നീട്ടണമേ. പിതാവേ, കൈ നീട്ടണമേ. അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പാ, കൈ നീട്ടണമേ. അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ, പരിശുദ്ധമ്മേ, ഈ നിമിഷം ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. സമീപത്തും വിദൂരങ്ങളിലുമുള്ള എല്ലാ മക്കളെയും ഇപ്പോൾ സ്പർശിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യവും അടയാളങ്ങളും സംഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യവും അടയാളങ്ങളും സംഭവിക്കട്ടെ. അപ്പാ, കൈ നീട്ടണമേ. അങ്ങേപ്പുത്രനായ
അങ്ങേപ്പുത്രനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ, അങ്ങേപ്പുത്രനായ യേശുക്രിസ്തു നാമത്തിൽ അടയാളങ്ങൾ സംഭവിക്കട്ടെ, അടയാളങ്ങൾ സംഭവിക്കട്ടെ, അടയാളങ്ങൾ സംഭവിക്കട്ടെ. മാർഗരോഗങ്ങൾ, തീരാവ്യാധികൾ, ക്യാൻസർ രോഗങ്ങൾ, എപ്പിലെപ്സി രോഗങ്ങൾ, ഓട്ടിസം രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ, അപസ്മാര രോഗങ്ങൾ, മനോരോഗങ്ങൾ, ഷുഗർ രോഗങ്ങൾ, പ്രഷർ രോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, വാത രോഗങ്ങൾ, പാൻക്രിയാസ് രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ, തൈറോയ്ഡ് രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ, യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അപ്പാ കഴിഞ്ഞിട്ടുള്ളമേ, അപ്പാ കഴിഞ്ഞിട്ടുള്ളമേ, അപ്പാ അങ്ങേ പുത്രനായ യേശു ക്രിസ്തു നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പാ കഴിഞ്ഞിട്ടുള്ളമേ, അപ്പാ അങ്ങേ പുത്രനായ യേശു ക്രിസ്തു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. മാർഗരോഗങ്ങൾ, പ്രഷർ രോഗങ്ങൾ, ഷുഗർ രോഗങ്ങൾ, ഭ്രാന്തി രോഗങ്ങൾ, മാർഗരോഗങ്ങൾ, അപൂർവ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, വീണ്ടും നമ്മൾ കൈ സ്വസ്തിക പോലെ ശരീരത്തിൽ വെച്ച് ഉള്ളംകാലം മുതൽ ഉച്ചവരെ പരിശുദ്ധമായ അൾത്താറിൽ ജീവനോടെ ഈശോ ജ്വലിച്ചു നിൽക്കുന്ന നിമിഷങ്ങളിൽ പരിശുദ്ധമ വഴി നമ്മൾ ഈശോയ്ക്ക് സമർപ്പിക്കുകയാണ്. ചിലപ്പോൾ പറയാതെ പോയ കുറേ രോഗങ്ങളുണ്ടാകാം. ചിലപ്പോൾ നിങ്ങളുടെ രോഗത്തിൻ്റെ കാര്യം ഇവിടെ പറയുന്നേ ഇല്ലേയിരിക്കും. അതിൽ അമ്മ നിങ്ങൾക്ക് വേണ്ടി ഈ സമയം പറയുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കണം. ഇപ്പോൾ ഇടത് ബ്രസ്റ്റിനെ ഈശോ കാണിക്കുന്നുണ്ട്. അത് രോഗാതുരമായ ബ്രസ്റ്റാണ്. കർത്താവ് ആ വ്യക്തിയെ ഇപ്പോഴും സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. നെഞ്ചുവേദനയെ കർത്താവ് സ്പർശിച്ചു കൊണ്ടിരിക്കുന്നു. കർത്താവേ ആ രോഗിയെ സ്പർശിക്കണമേ. കർത്താവേ നിൻ്റെ നാമത്തിൽ, അപ്പാ അങ്ങേപ്പുത്രനായ യേശുക്രിസ്തു നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്യാൻസർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പാ അങ്ങേപ്പുത്രനായ ബ്രസ്റ്റ് ക്യാൻസറുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പാ ഇവിടെ വരാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പാ അങ്ങേ വിശ്വസിക്കാത്തവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുന്നു. അപ്പാ എല്ലാ രോഗികളും, ബ്രസ്റ്റ് ക്യാൻസറിലെ എല്ലാ രോഗികളും യേശു നാമത്തിൽ സൗഖ്യമാകട്ടെ. അപ്പാ സ്തുതിയുടെ ഹല്ലേലൂയ. അപൂർവ രോഗങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഈശോ ആ രോഗത്തെ സൗഖ്യം കാണിച്ചത് കൊണ്ടാണ് അങ്ങനെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കാനിടയായത്. ഇപ്പോഴും നമ്മൾ വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. നേത്രത്തിന്, കണ്ണിന് അസുഖമുള്ളവരുണ്ട്, മുക്കിൽ ദശ വളരുന്നവരുണ്ട്, അഡിനോയിഡിന് രോഗമുള്ളവരുണ്ട്, വായു നാറ്റമുള്ളവരും പല്ലിന് കേടുള്ളവരും പഴുപ്പുള്ളവരും ഒക്കെ ഉണ്ട്. ഒന്നും നിസ്സാരമല്ല. അതൊക്കെ വന്നു കഴിയുമ്പോൾ മാത്രമേ നമ്മൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഒന്നോർത്ത രോഗങ്ങൾ വരണത് നല്ലതാണ്. കാര്യം അത് ബേസിക്കായിട്ട് അത് മനുഷ്യനെ എളിമപ്പെടുത്തും, അഹങ്കാരം കുറയ്ക്കും. മനുഷ്യൻ്റെ ഏറ്റവും വലിയ തിന്മ അഹങ്കാരം തന്നെയാണ്. ദൈവത്തിന് ഇടപെടാൻ പറ്റാതെ ഇരിക്കുന്നത് കാരണവും അത് തന്നെയാണ്. അപ്പോൾ രോഗമുള്ളവർ ഓർക്കണം, രോഗമില്ലാത്തവരുടെ അവലാദികൾ, വിഷമതകൾ എന്നെല്ലാം. ആരോഗ്യമുള്ളവർ ചിലപ്പോൾ അഹങ്കാരികളായി കാണപ്പെടുന്നത് ദൈവത്തിന് നിരക്കാത്ത സ്വഭാവമാണ്. ഗ്രേസ് എപ്പോഴും ബിൽട്ടപ്പ് ഓൺ നേച്ചർ ആണ്, പ്രകൃതിയിലാണ് കൃപ വളരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അഹങ്കാരം ചിതറിക്കപ്പെടേണ്ടത്. രോഗങ്ങൾ കൊണ്ടും മറ്റു തരത്തിലുള്ള തടസ്സങ്ങളും തകർച്ചകളും കൊണ്ടാണ് ദൈവം അഹങ്കാരം ചിതറിച്ച് കളഞ്ഞാൽ നീ മരുഭൂമിയിലാണ് നിൽക്കണമെന്ന് തിരിച്ചറിയണം. അപ്പോൾ ദൈവത്തെ വിട്ടുപിരിയാതെ എളിമപ്പെട്ട് നിന്നാൽ കർത്താവ് നിന്നെ സുഖപ്പെടുത്തും. നിന്നിലൂടെ അനേകങ്ങളെ കർത്താവ് അനുഗ്രഹിക്കാൻ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം മക്കളെ. സംരക്ഷണം കിട്ടാൻ വേണ്ടി വീട്ടിലായാലും നമ്മളെ തീരുമാനങ്ങളിലായാലും ആകസ്മിക സംഭവങ്ങളിലായാലും സംരക്ഷണം കിട്ടാൻ വേണ്ടി. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. Lord Jesus, pour out your spirit.
Lord, increase His spirit of power and grace. In the name of Jesus Christ we pray. മക്കളെ, തകർന്ന കുടുംബങ്ങൾ ഒരു സുപ്രഭാതത്തിൽ ഭാര്യ ഭർത്താവും തമ്മിൽ വഴക്കായി, ചിലപ്പോൾ ഇടയ്ക്ക് പൊട്ടും ചീറ്റലൊക്കെ ഉണ്ടെങ്കിലും സാധാരണ ഒരു വിഷയം വരുമ്പോൾ യോജിച്ച് പോകും. ചില സമയത്ത് വിഷയം വന്നാൽ യോജിക്കാൻ പറ്റാത്ത രീതിയിലുള്ള തീരുമാനങ്ങൾ, സ്വഭാവങ്ങൾ, പെരുമാറ്റം കണ്ട് നമ്മളെ ജീവിതം മടുത്ത് ഭാരപ്പെട്ടിട്ട് നമുക്ക് ഒരു സന്തോഷം പോലും അനുഭവിക്കാൻ പറ്റാത്ത ഭാരപ്പെട്ട മനസ്സുകളിൽ കർത്താവിൻ്റെ രക്തം തളിക്കപ്പെടാൻ വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശു സ്തോത്രം, യേശു സ്തോത്രം. Lord Jesus, pour out your spirit. Lord, increase your spirit. In the name of Jesus Christ we pray. മക്കളില്ലാത്ത മക്കൾ, വിവാഹമൊത്തു വരാത്തവർ, കൂട്ടില്ലാത്തവർ, ഒരു തരത്തിലും ഒരു സന്ധിപ്പ് ഒരിടത്തും കിട്ടാതെ വിഷമിക്കുന്നവർ, അവർക്കെല്ലാം ദൈവത്തിൻ്റെ ഈ സങ്കടത്തിൻ്റെ ഒരു കാലഘട്ടങ്ങളിൽ ദൈവത്തിൻ്റെ പ്രത്യേക കൃപ അവരെ പൊതിയുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി ഉള്ള അടയാളങ്ങൾ ലഭിക്കാൻ വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. സാമ്പത്തിക തകർച്ച വളരെ മോശമായ രീതിയിൽ അനുഭവിക്കുന്ന ഒരു ടൈമാണിത്. ഇതിനുള്ളിലാണ് നമ്മളുടെ കടക്കാർ നമ്മളെ ഞെരുക്കുന്നത്. എല്ലാം കൊണ്ട് അന്തം മുട്ടി അമ്പരന്ന് നിൽക്കുന്ന ഒരവസ്ഥയാണ്. ഇതിനെല്ലാം ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. അച്ഛൻ, നിങ്ങൾ ശ്രദ്ധിക്കട്ടെ. അമ്മേ, പരിശുദ്ധമേ, ദേവമാതാവേ, മക്കൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. അമ്മേ, ഇവിടുന്ന് പോകുമ്പോൾ ഒരു വഴി കാണിച്ചു കൊടുക്കണമേ. ഇന്ന് സന്ധ്യയ്ക്ക് മുമ്പ്, സൂര്യൻ അസ്തമിക്കുന്ന മുമ്പ് മാതാവിൻ്റെ മധ്യസ്ഥതയിൽ യേശുവിൻ്റെ വഴികൾ, ആശ്വാസത്തിൻ്റെ വഴികൾ തെളിഞ്ഞു വരട്ടെ. ശ്രുതിയുടെ ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അസ്ഥി ഉരുക്കങ്ങൾ, അസ്ഥി തേയ്മാനം, മുടിക്കൊഴിച്ചിൽ, അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പലതരത്തിലുള്ള ജീവിത പ്രശ്നങ്ങളുടെ മേലെ ദൈവിക ഇടപെടലുണ്ടാകാൻ വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. മക്കളെ, പരീക്ഷയ്ക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരുങ്ങണ സമയമാണ്. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നു, ഹോൾ ടിക്കറ്റിൻ്റെ നമ്പർ അച്ഛൻ്റെ ഫേസ്ബുക്കിലേക്ക് അടിച്ചു തരണമെന്ന്. പേരൊന്നും വേണമെന്നില്ല, നമ്പർ മാത്രം മതി. ഞങ്ങളത് വെച്ച് ഈ കാലമെല്ലാം പ്രാർത്ഥിക്കാം. ഇപ്പോഴും നമ്മൾ പരീക്ഷയ്ക്കൊരുങ്ങുന്ന കുഞ്ഞുങ്ങളെ, പ്രത്യേകിച്ച് നിങ്ങളുടെ മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, LKG മുതൽ ഡിഗ്രി വരെ, പോസ്റ്റ് ഗ്രാജുവേഷൻ വരെ, പ്രൊഫഷണൽ സ്റ്റഡീസ് വരെ പരീക്ഷയ്ക്കൊരുങ്ങുന്ന ഓരോ മക്കളും പഠിച്ചു തീരാത്തതിൻ്റെ പേരിൽ വ്യാകുലപ്പെടുന്നവർ, സംഭ്രമിക്കുന്നവർ, ഉറക്കമില്ലാത്തവർ, വിശപ്പില്ലാത്തവർ, പഠിക്കേണ്ടെന്ന് തോന്നുന്നവർ, പലതരത്തിലുള്ള പ്രയാസം അനുഭവിക്കുന്ന മേലെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലെ യേശുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ അഭിഷേകവും ആത്മശക്തിയും നിറയട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. Soak with the precious blood. God, increase His spirit. God, increase His spirit of power and grace. Praise the Lord. ജോലിയില്ലാത്തവർ, വീടില്ലാത്തവർ, വഴിയില്ലാത്തവർ,
കൃപാസനത്തിൽ കുറേ സാക്ഷ്യങ്ങളിപ്പോൾ വന്നല്ലേ അമ്മ തന്നു. വഴിയില്ലാത്ത 10 കൊല്ലം 20 കൊല്ലം 25 കൊല്ലം ഒക്കെ ഇട്ട് ഒരു വഴിയില്ല, വണ്ടി പോയിട്ട് നടന്നു പോലും ചെല്ലാൻ പറ്റാത്ത അവസ്ഥയിൽ വീട്ടിൽ കയറാത്ത മൂത്ത മക്കളെക്കുറിച്ചൊക്കെ ഇന്ന് സാക്ഷ്യങ്ങൾ കണ്ടില്ലേ? എന്ത് മനോഹരമായിട്ടാണ് അമ്മ അതെല്ലാം സെറ്റ് ചെയ്യണത്. അമ്മ തന്നെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് വഴി തെളിച്ചു തരികയും ഉറങ്ങി എഴുന്നേറ്റപ്പോൾ വഴിയും കൊണ്ട് ആൾ വീട്ടിൽ വരികയും ചെയ്യുന്ന മാസ്മര സ്വപ്നങ്ങൾ. എന്ത് അത്ഭുതമാണ് നടക്കുന്നത്! അത്രയും കൃത്യമായിട്ടാണ് കാര്യങ്ങൾ, അടയാളങ്ങൾ ദൈവം കാണിക്കണത്. അപ്പം അതുകൊണ്ട് എൻ്റെ മക്കളെ പ്രാർത്ഥിക്കുക, കർത്താവേ, വഴിയില്ലാത്തവരെ, വീടില്ലാത്തവരെ, വീടിരിപ്പ് സ്ഥലമില്ലാത്തവരെ, ഈശോയെ, വാടകയ്ക്ക് താമസിക്കുന്നവർ, ഒറ്റയ്ക്കും പാട്ടത്തിനും താമസിക്കുന്നവര്, തറവാട്ടിൽ കയറ്റാത്തവര്, തറവാട്ടിൽ നിന്ന് ഓഹരി കിട്ടാത്തവര്, പല കാര്യങ്ങൾ കൊണ്ട് സഹോദരന്മാരുടെ അസൂയ കാരണം ഒപ്പിട്ട് കിട്ടാതെ പൈശാചികമായി പെരുമാറുന്ന കാരണം വേദനിക്കുന്നവരുടെ മേൽ കർത്താവിൻ്റെ വിടുതൽ ലഭിക്കട്ടെ, അമ്മയുടെ മാധ്യസ്ഥം ലഭിക്കട്ടെ. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നിങ്ങൾ ഈ അൾത്താറയിലേക്ക് നോക്കി നിൽക്കുകയല്ലേ? എന്തെങ്കിലും നടക്കുമോ നിങ്ങളുടെ മനസ്സിൽ തീരുമാനിക്കണം. കാര്യം കേട്ട സാക്ഷ്യങ്ങളെല്ലാം നോക്കുമ്പോൾ ഞാൻ ഇത്രേ വിചാരിച്ചുള്ളൂ. എല്ലാ സാക്ഷ്യങ്ങളും എല്ലാം നടക്കും, പക്ഷെ നിങ്ങൾ ദൈവത്തിന് പ്രാധാന്യം കൊടുക്കണം, ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കണം. ഈ നോൻപ് കാലത്ത് അത് ജീവിത ശൈലിയായി നിലനിൽക്കുകയും ചെയ്യണം. അപ്പോഴും മഹത്വത്തിൻ്റെ ദിനങ്ങൾ നമുക്ക് അവകാശവും ഓഹരിയുമാകും. നിറച്ച വസ്തുക്കൾ എടുക്കുക. നേർച്ച വസ്തുക്കൾ എടുക്കുക. കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എല്ലാവരും ഇത് കഴിയുമ്പോൾ നേരെ ഓടി പടിഞ്ഞാറ് ഗേറ്റിലോട്ട് പോകരുത്. പോലീസിൻ്റെ പ്രത്യേക നിർദ്ദേശമുണ്ട്. സെക്യൂരിറ്റി റീസൺസ്. സൈഡിലുള്ള കുറേ വാതിൽ, നമുക്കുണ്ട് 4 വാതിലുണ്ട് സൈഡിന്, 4 ഗേറ്റുകൾ. അതിലൂടെയാണ് പുറത്തേക്ക് പോകേണ്ടത്. പിന്നെ നമുക്കിവിടെ 3:30 മണിക്ക് ശുശ്രൂഷകൾ വീണ്ടും ആരംഭിക്കും. എന്ത് ശുശ്രൂഷ? ഉടമ്പടി പുതുതായിട്ട് എടുക്കാനുള്ളവർക്ക് എടുക്കാനുള്ള ക്ലാസ് 3:30 ഓപ്പൺ ഓഡിറ്റോറിയത്തിലെ പുതുക്കാനും ക്ലാസ് അവിടെ ആരംഭിക്കും. ക്ലിയർ അല്ലേ? പിന്നെ രോഗികൾ, കൃപാസനത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന ഇത് രോഗികളെയാണ്. അതാണ് അവർക്ക് ഉടമ്പടി പോലും വേണ്ട. പ്രത്യേകിച്ച് ഗുരുതര രോഗികൾ, ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, അതുപോലെ തന്നെ കരൾ രോഗികൾ. അവരെ ഓഫീസ് 2-ാം നമ്പർ കൗണ്ടറിൽ നിന്ന് ടോക്കൺ ലഭിക്കും. ടോക്കൺ വാങ്ങിച്ചിട്ട് 3:30 ഇവിടെ ലൈനപ്പ് ചെയ്യണം. അച്ഛൻ 3:30 വരും. ഓരോരുത്തരുടെയും പ്രത്യേകം കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി പ്രത്യേകം പ്രാർത്ഥിക്കും. അപ്പോൾ കർത്താവ് എന്നെ സുഖപ്പെടുത്തുമെന്ന് വിശ്വസിച്ച് രോഗികൾ വരുമ്പോൾ അവർ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടേ വരണം. അതറിയാൻ പാടില്ലെങ്കിൽ എൻ്റെ ഈശോയെ എൻ്റെ സൗഖ്യമേ എന്ന് പറഞ്ഞുകൊണ്ട് വരണം. വേറൊന്നും പറയണ്ട. എൻ്റെ ഈശോയെ എൻ്റെ സൗഖ്യമേ, അത്രേ ഉള്ളൂ. വിശ്വാസ പ്രമാണം അറിയാൻ പറ്റാത്ത അത്രയും മാത്രം ചെയ്താൽ മതി. സെക്കൻഡ്, രോഗികളുടെ പ്രാർത്ഥന 3:30 തുടങ്ങി 5:30 വരെയാണ് സാധാരണ വരുന്നത്. 5:30 ഈ കൗൺസിലിംഗ് കൗണ്ടറിൽ മെസ്സേജ് കൗൺസിലിംഗ് തുടങ്ങും. ആർക്കൊക്കെയാണ്? ഏറ്റവും സീനിയേഴ്സായിട്ടുള്ളവരുണ്ട്. ഉടമ്പടിയിൽ കുറേ ഇപ്പോൾ ഉടമ്പടി 5 പുതുക്കിയവർ, അവർക്ക് നീല പേപ്പറാണ് കിട്ടിയിരിക്കണം. ഉടമ്പടി 4 പുതുക്കിയവർ, സാക്ഷ്യം പറഞ്ഞവർ, അവർക്ക് ഈ 2-ാം നമ്പർ കൗണ്ടറിലും തന്നെ കൗൺസിലിങ്ങിൻ്റെ 10 നമ്പർ കിട്ടും. ചിലപ്പോൾ നിങ്ങൾ കൂടുതലുണ്ടാകാം, പക്ഷേ 10 നമ്പർ ഇഷ്യൂ ചെയ്യത്തുള്ളൂ. ബാക്കിയുള്ളവർക്ക് പിന്നെ ദിവസം കിട്ടും.
അവിടെ ബഹളം ഉണ്ടാക്കിയിട്ട് ഒരു കഥയുമില്ല. കാര്യം ഒരു നമ്പർ കൗൺസിൽ ചെയ്ത് മാറുമ്പോൾ 15 മിനിറ്റ് എടുക്കും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഗ്ലോറി ജീസസ് ഈശ്വര ആരാധന ഈശോയുമാണ്. ജീവിക്കുന്നതിനായ കർത്താവിന്റെ അഭിഷേകം ആരാധന ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന 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 യേശുവേ ആരാധന. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന യേശുവേ നന്ദി. മഹത്വം മഹത്വം മഹത്വം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.